ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, മീനൂസ് മലയാളം വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ബ്രെഡ് എഗ് മസാല ഉണ്ടാക്കി നോക്കിയാലോ. ബ്രെഡ് എഗ് മസാല നമുക്ക് ബ്രെഡൊക്കെ വാങ്ങിച്ച് എക്സ്പയർ ആവാറായിരിക്കുകയാണെങ്കിൽ അത് കളയാതെ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതിന് ആവശ്യമുള്ള സാധനങ്ങൾ: ഒരു തക്കാളി, ഒരു മീഡിയം തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത്, പിന്നെ ഒരു ക്യാപ്സിക്കം, പിന്നെ ഒരു മീഡിയം സൈസ് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ചെറിയ ചെറിയ ഇതായിട്ട് പീസസായിട്ട് അരിഞ്ഞെടുക്കണം. പിന്നെ നമുക്ക് വേണ്ട ബ്രെഡാണ്. ബ്രെഡ് ഞാൻ എന്താ കണ്ടോ ഈ ഷേപ്പിൽ, സ്ക്വയർ ഷേപ്പിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 2 മുട്ട വേണം. നമുക്കൊരു പാനിലേക്ക് ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ നന്നായി ചൂടായ ശേഷം നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് മൂത്ത് വന്ന ശേഷമാണ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുന്നത്. ഇത് ചെറിയൊരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചി ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇനി സവാള ഒരു ബ്രൗൺ നിറമാവുന്ന വരെ നമുക്ക് വഴറ്റി കൊടുക്കണം. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് സവാള പെട്ടെന്ന് വഴണ്ടി കിട്ടും. ഇനി നമുക്ക് ക്യാപ്സിക്കം തക്കാളിയും ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ കണ്ടോ, ഇതുപോലെ ഇത്ര നന്നായിട്ട് വഴണ്ടി വന്ന ശേഷം നമുക്ക് തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് എന്താ പറയുക, അതിൽ അലിഞ്ഞൊന്ന് വരണം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ, അതിൽ കൂടുതൽ ചേർക്കേണ്ട, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം ഒരു ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ, മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ, പിന്നെ ഗരം മസാല 2 ടീസ്പൂൺ. ഈ പൊടികളൊക്കെ നിങ്ങളുടെ എരിവിനും ടേസ്റ്റിനും അനുസരിച്ച് മാറ്റം വരുത്താം. കൂടുതലോ കുറവോ ഒക്കെ ചേർക്കാം. ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു മീഡിയം സ്പൈസി, അധികം സ്പൈസി അല്ല ഇത്. നിങ്ങൾക്ക് സ്പൈസി കൂടുതൽ വേണമെങ്കിൽ, സ്പൈസി ആയിട്ടുള്ള ബ്രെഡ് മസാല വേണമെങ്കിൽ നിങ്ങൾക്ക് അതിന് കൂടുതൽ മുളക് പൊടിയുടെ അളവ് കൂടുതൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിന് കൂടുതൽ കളറ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഷെസ്വാൻ സോസോ അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പോ ഒക്കെ കുറച്ച് നന്നായി ചേർത്ത് കൊടുത്താൽ ഇതിന് ഒരു നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറും കിട്ടും. ഞാനിപ്പം അത് ചേർത്ത് കൊടുക്കുന്നില്ല, സാധാരണ പോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഈ മസാല ഒരു സൈഡിലേക്ക് നീക്കി വെച്ച ശേഷം ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. ഈ പാനിൽ തന്നെ മുട്ട ഒന്ന് നമുക്ക് നന്നായി ഇളക്കി വേവിച്ചെടുക്കാം. വേറെ പാൻ എടുക്കേണ്ട ആവശ്യമില്ല. മസാല ജസ്റ്റ് ഒന്ന് സൈഡിലേക്ക് നീക്കി വയ്ക്കുക. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട ശേഷം നമുക്ക് ഈ മുട്ടയൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ തോരനൊക്കെ ബുർജിക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒന്ന് ശരിക്കും ഒന്ന് ഇളക്കി ചെറിയ പീസസായിട്ട് വേവിച്ചെടുത്താൽ മതി. മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മുട്ട ഏകദേശം ഒന്നായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാലയുടെ കൂടെ ഒന്ന് നന്നായി ഇത് യോജിപ്പിച്ചെടുക്കാം. ഇത് രണ്ടും കൂടി ഒരുമിച്ച് നന്നായി ഇളക്കി
മുട്ടയിലെല്ലാം മസാല നന്നായിട്ട് സ്പ്രെഡ് ആവുന്നവരെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. നമ്മുടെ മസാലയും ബ്രെഡും മുട്ടയും കൂടി നന്നായി ചേർന്ന് മസാലയെല്ലാം മുട്ടയിൽ പിടിച്ചു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ബ്രെഡ് ചെറിയ പീസസായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ബ്രെഡും ഇതുപോലെ തന്നെ നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ആ മസാല എല്ലാം ബ്രെഡിൽ നന്നായി പിടിച്ച് വരുന്ന സമയത്ത് ബ്രെഡ് നല്ല സോഫ്റ്റായിട്ട് എന്താ പറയുക, നന്നായിട്ട് മസാലയെല്ലാം പിടിച്ച് നല്ല സോഫ്റ്റായി വരും. അപ്പോൾ അതുവരെ നമുക്കിത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മസാല നന്നായിട്ട് ബ്രെഡിൽ പിടിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാലേ നമ്മുടെ ബ്രെഡ് എഗ് മസാലയ്ക്ക് അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇപ്പോൾ മസാലയൊക്കെ ഏകദേശം അതിൽ നന്നായി പിടിച്ച് വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ കളറ് ഏതാണ്ട് ഈ കളറാണ്. നിങ്ങൾക്ക് നല്ല റെഡ് കളറൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ ഷെസ്വാൻ സോസോ ടൊമാറ്റോ കെച്ചപ്പോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കുമ്പോൾ ഒരു ചെറിയ കുറച്ച് മധുരം വരും. അപ്പോൾ അതിൽ നല്ലത് ഷെസ്വാൻ സോസ് ആണെങ്കിൽ സ്പൈസി ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ബ്രെഡ് എഗ് മസാല റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ എളുപ്പത്തിലുണ്ടാക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടൊക്കെ ഉപയോഗിക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.